കോയാക്കാന്റെ മധുവത്ത് ഇത് കഴിക്കാൻ വേണ്ടി മഞ്ചേരിക്ക് നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. കാരണം ഒന്നും കൊണ്ടല്ല, മധുവത്ത് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലാണത്. കുറെ മധുവത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളി മധുവത്ത് കഴിച്ചു. ഈ സാധനങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ മുന്നെങ്കിലും വിളിച്ച് ബുക്ക് ചെയ്താലേ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ നിങ്ങൾ വേറെ ഉള്ളവർ കഴിക്കണമെന്ന് നോക്കി നിൽക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഏതായാലും അതിന് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ 1 മണിക്കൂർ മുന്നേ വിളിച്ചു പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് സാധനം കിട്ടി. പിന്നെ ഇതിന്റെ ടേസ്റ്റിനെ പറ്റി നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ വാക്ക് പറയാം, നിങ്ങളൊരു ഫുഡ് ലവർ ആണെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. ആ റൈസിന്റെ ഒക്കെ ഫ്ലേവറും അതേപോലെ നല്ല സോഫ്റ്റ് ചിക്കനൊക്കെ ജസ്റ്റ് കയ്യിലെടുക്കാൻ നോക്കിയപ്പോ എല്ല് കയ്യിൽ ഊരിപ്പോകും, ഉടഞ്ഞു പോരുന്നതാ. ആ എല്ലൊക്കെ പോരുന്നു. ഈ മധുവത്തിനെ പറ്റി ഞങ്ങൾക്കുള്ള അഭിപ്രായം ഈ പ്ലേറ്റുകൾ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മളെ കോയാക്കത് ഉണ്ടാക്കണ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കണ്ടുനോക്കി. കുറെ മധുവത്തിന്റെ ഷോപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, കുറെ കുക്കറുകൾ നിരത്തി വെക്കും, പക്ഷെ ആകെ 1-2 കുക്കർ മാത്രമേ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ അതേപോലെ അല്ല. കോയാക്കാന്റെ പോലെ തന്നെ ഇവിടുത്തെ കുക്കറും ഫുൾ ബിസിയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഫോണിനും ഒരു ഒഴിവില്ല. പിന്നെ ഇവിടുത്തെ ഹൈജീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തിയിലാണ്. ഷോപ്പിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെരുപ്പിട്ട് കയറാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല. അത്രക്കും നീറ്റായിട്ടാണ് കോയാക്ക ഈ ഷോപ്പ് കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഞമ്മക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കഴിച്ചു നോക്കി നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും ചെയ്യും. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി മഞ്ഞപ്പറ്റ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ്. പിന്നെ ഷോപ്പിന്റെ ടൈമിംഗ് വരുന്നത് ഉച്ചക്ക് 12:30 മുതൽ രാത്രി 10:30 വരെയാണ്. അപ്പൊ പോണോലൊക്കെ ബുക്ക് ചെയ്ത് പോകാൻ മറക്കണ്ട, അല്ലെങ്കിൽ അവിടെ പോയി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാണ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.